ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന ഒരു മുറിയുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ മനോഹരമായ ഒരു പെയിൻറ്റിംഗ് എല്ലാ ഭവനങ്ങളിലും തന്നെ കാണാം. ഇവിടെ പ്രവേശിച്ചുകൂടാ എന്ന് വിലക്ക് കൽപ്പിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയ കവാടത്തിൽ ദൈവം ഇടവിടാതെ മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ആശയത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ ചിത്രം. സർവശക്തനായ ദൈവത്തിന് ആ വാതിൽ തുറന്ന് അകത്തു വന്നുകൂടെ എന്ന് ചിലർ ചോദിച്ചേക്കാം. ആ മുറിയുടെ അകത്ത് ദൈവത്തെ പ്രവേശിപ്പിക്കാനോ പ്രവേശിപ്പിക്കാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെ ഭേദിച്ച് അകത്തു പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. മറ്റൊരു അടയ്ക്കപ്പെട്ട ആലയത്തെക്കുറിച്ചുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ട് ഗലീല കടൽപ്പുറത്തുകൂടി സഞ്ചരിച്ച യേശുവിനെ ചിലർ വലയും വഞ്ചിയും ഉപേക്ഷിച്ച് അനുഗമിച്ചു. തങ്ങളെ വിമോചിപ്പാൻ ഒരു രക്ഷകൻ ജനിക്കുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. ആ രക്ഷകനാണ് ഈ യേശുവെന്ന് മുക്കുവർ വിശ്വസിച്ചു. ഭൂമിയിലെ ഒരു രാജ്യം വെട്ടിപ്പിടിച്ച് തങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ കരുതി. ഒടുവിൽ അവരുടെ പ്രതീക്ഷകളുടെ കോട്ടകൾ ഇടിഞ്ഞു വീണു. യേശു വധിക്കപ്പെട്ടു. ഭയന്നു വിറച്ച ശിഷ്യന്മാർ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്ന് പേടിച്ച് ഇരുട്ടറയിൽ വാതിലടച്ച് ഒളിച്ചിരുന്നു. ഭയം, കടുത്ത നിരാശ, ഇനി എന്ത്, എങ്ങോട്ട് എന്ന ചിന്താഭാരം ആ മുറിയിൽ നിറഞ്ഞു. പ്രത്യാശയുടെ നേരിയ വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത അടയ്ക്കപ്പെട്ട മുറി. എന്നാൽ ഇരുട്ടിന് അവരിൽ അധിക നേരം സ്വാധീനം ചെലുത്താനായില്ല. നിങ്ങൾക്ക് സമാധാനം എന്ന ശബ്ദത്തോടു കൂടി ആ മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. ഒപ്പം പ്രതീക്ഷയുടെ വെളിച്ചവും. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കഴിയുന്നവർക്ക് ഇത്തരം അടയ്ക്കപ്പെട്ട വാതിലുകൾ നേരിടേണ്ടതായി വന്നേക്കാം. അടച്ച വാതിൽ എത്ര ബലവത്തായാലും ദൈവം അതിനുള്ളിൽ പ്രവേശിക്കും. ദൈവം ഹൃദയത്തിലുള്ളവർക്ക് മാത്രമേ ഈ അനുഗ്രഹം സാധ്യമാകൂ. യോഹന്നാൻ 10:9. ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.